അങ്ങ് എങ്ങനെയാണ് ബേബിയെ റേറ്റ് ചെയ്യുന്നത്? കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ബേബി എന്ന പോരാളിയെ അറിയില്ല. അല്ല, ഒരു കാലത്ത് വി എസിൻ്റെ വലം കൈയായി നിന്നൊരു ബേബി ഉണ്ടായിരുന്നു. പിന്നീട് ആ ബേബി തന്നെ വി എസിനെതിരായിട്ട് പിണറായി വിജയൻ്റെ കൂടെ ചേരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അത് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അവർ തമ്മിൽ ശരിയായ രീതിയിലുള്ളൊരു ഇഴയടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേബി അത്ര പെട്ടെന്ന് വിധേയനാകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് സ്വന്തമായ നിലപാട് തറയുണ്ട്. പിണറായി വിജയനല്ല ആരാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിന് പോയെന്ന് വരില്ല, എങ്കിൽ പോലും സ്വന്തമായ നിലപാടുള്ള വ്യക്തിത്വമുള്ള നേതാവാണ് എം എ ബേബി. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്ന ആളാണ്. അന്നൊക്കെ കെ എസ് യുവിൻ്റെ തേർവാഴ്ചയാണ് കലാലയങ്ങൾ. എസ് എഫിൽ ചേരുകയെന്ന് വെച്ചാൽ ഇടികൊള്ളുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കാലത്ത് ഈ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വരുന്നു. പിന്നീട് അത് എസ് എഫ് ഐ ആയിട്ട് മാറും. എസ് എഫ് ഐക്ക് ബുദ്ധിപരമായ ഒരു നേതൃത്വം നൽകുന്നു. വേറെയും ഒരുപാട് ചെറുപ്പക്കാർ എസ് എഫ് ഐയിൽ കൂടി പൊതുരംഗത്ത് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹമാണ്. സത്യത്തിൽ എസ് എഫ് ഐക്ക് വിജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊടുത്തു. 1977 ആദ്യമായിട്ട് എസ് എഫ് ഐ കലാലയങ്ങളിൽ വലിയ വിജയം നേടുന്നത്. 78 ആദ്യത്തെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് സുരേഷ് കുറുപ്പ് വരുന്നത്. അപ്പോൾ ഈ കുറുപ്പിനെ കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നതിലൊക്കെ ബേബി വലിയ പങ്ക് വഹിച്ച ആളാണ്. ബേബി ഇ എം എസുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ഇ എം എസ് ആണ് എന്നുകൂടി പറയാം. അപ്പോൾ ഇ എം എസുമായിട്ടുള്ള അടുപ്പം 32ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നത് രാജ്യസഭയിലെത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അന്നൊക്കെ ചെറുപ്പക്കാരെ സി പി എം തീരെ പരിഗണിച്ചിരുന്നില്ല. അങ്ങനൊരു കാലത്താണ് അത് രാജ്യസഭയിലേക്ക്. അങ്ങനെ രാജ്യസഭാ മെമ്പറായി അദ്ദേഹം 2 ടേമിൽ ഇരുന്നു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രിയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്.